അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് അലക്സ് എന്നാണ്. ഞാൻ വരുന്നത് എരുമേലിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 നവംബറിലാണ്. എൻ്റെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട നിയോഗങ്ങളെന്ന് പറയുന്നത് OET എക്സാം പാസ്സാകാനും നഴ്സിംഗ് എക്സാമിന് നല്ല മാർക്കോടുകൂടി ജയിക്കാനും പിന്നെ അതുപോലെ തന്നെ എൻ്റെ OSCE എക്സാം അത് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ നഴ്സിംഗ് എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടുന്ന് ലഭിച്ച വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ എക്സാം സെൻറ്ററിൽ കയറി എൻ്റെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് എൻ്റെ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീട് ഉണ്ടായിരുന്ന എൻ്റെ OET എക്സാമിൻ്റെ സാക്ഷ്യമാണ്. OET എക്സാമിൽ എനിക്ക് റീഡിങ് മൊഡ്യൂൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. റീഡിങ് മൊഡ്യൂളിൽ ഞാൻ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്ക് വേണ്ട സ്കോർ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അതിനെപ്പറ്റി വളരെയധികം വിഷമിച്ചിരുന്നു. അപ്പം ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് ജോസഫസിനെ കണ്ട് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ലഭിച്ച വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയി എക്സാം എഴുതിയത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് എൻ്റെ എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് എഴുതി പുറത്ത് വന്നപ്പം എല്ലാവർക്കും തന്നെ അത്ര നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പാസ്സാവുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അതിന് നല്ല മാർക്കോടുകൂടി തന്നെ എല്ലാ മൊഡ്യൂളും എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. പിന്നീട് എൻ്റെ OSCE എക്സാമിന് 12 സ്റ്റേഷനാണുള്ളത്. അതിൽ OSCE എക്സാമിൻ്റെ ഓരോ സ്റ്റേഷനും അതിൻ്റെ പ്രൊസീജിയർ വൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തുടക്കം മുതലേ നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ലഭിച്ച മാതാവിൻ്റെ ലോക്കറ്റും പിന്നെ അതുപോലെ തന്നെ വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് എല്ലാ സ്റ്റേഷനും ക്ലിയർ ചെയ്യാൻ സാധിച്ചു. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് ക്ലിയറായി. അങ്ങനെ എനിക്ക് മാതാവ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിയുകയുണ്ടായി. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. കാരുണ്യപ്രവൃത്തി അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എൻ്റെ പേഷ്യൻസിനോടൊക്കെ ഞാൻ വളരെയധികം കാരുണ്യപൂർവ്വം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൂടുതലും പ്രാർത്ഥിക്കാനായി സമയം കണ്ടെത്തുമായിരുന്നു. ദിവസം അരമണിക്കൂറോളം ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കൊന്തയൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ ജോസഫസിൻ്റെ ധ്യാനങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കും. ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് കവർ ചെയ്യാനായിട്ട് ആഴ്ചയിൽ എനിക്ക് സമയം കിട്ടുന്ന വീക്ക് ഓഫ് ഉള്ള സമയത്ത് ഞാനിരുന്നത് അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാറുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടിയിലൂടെ എനിക്ക് വളരെയധികം ആത്മീയമായി മുന്നേറാനായിട്ട് സാധിച്ചു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചു. സുഭാഷിതങ്ങൾ 3:6 നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അലക്സ് ജോയ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തൻ്റെ പരീക്ഷകൾ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗമാണ് അമ്മയുടെ തിരുനടയിൽ സുവിശേഷമായി സമർപ്പിച്ചത്. ഓരോ പരീക്ഷയുടെ സമയത്തും മകൻ പ്രത്യേകമാംവിധം നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുകയും അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടുകൂടി അമ്മ മാതാവും ഈശോയും തൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ മുന്നോട്ട് നയിക്കും എന്ന പ്രത്യാശയിൽ മകൻ പരീക്ഷകൾ പങ്കെടുക്കുകയും ചെയ്തു. ക്ലേശമുള്ള പരീക്ഷകൾക്ക് പോലും അമ്മ മാതാവിൻ്റെ വലിയ സഹായം മകന് ലഭിച്ചതിനെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം അത് വിശ്വസ്തതയ്ക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ സാക്ഷികളായി ഈ ലോകത്തിൽ നിലനിർത്തുന്നതിന് അമ്മ നമുക്ക് നൽകുന്ന അടയാളങ്ങളാണ് ഓരോ അനുഗ്രഹങ്ങളും. ലോകം അത് ഏറ്റെടുക്കുന്നതിന് പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുന്നതിന് വേണ്ടി അമ്മ നമുക്ക് തരുന്ന ഓരോ അടയാളങ്ങളും നാം ലോകത്തോട് അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് അനുഗ്രഹവും അനുഭവവുമായി മാറുകയും ചെയ്യുന്നു. നമ്മളിൽ നിന്നും ഉടമ്പടി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ദൈവത്തോട് വിശ്വസ്തതയുള്ള ഒരു ജീവിതം നയിക്കുന്നവരാവുക. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതികളിലും നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിലും ഏതെങ്കിലുമൊക്കെ കുറവുകൾ ദൈവത്തിന് ചേരാത്തതായി നമ്മുടെ ആത്മാവിന് ചേരാത്തതായി ഉണ്ടെങ്കിൽ അവ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ കൃപയുള്ള മനുഷ്യരായി, എളിമയുള്ള മനുഷ്യരായി, വിശുദ്ധിയുള്ള മനുഷ്യരായി ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും വ്യാപരിക്കുവാൻ നമ്മളെ തന്നെ തയ്യാറാക്കുക.
അത് കൂടുതൽ കൃപയും കരുണയും നമ്മുടെ മേൽ ദൈവസന്നിധിയിൽ നിന്ന് ചൊരിയുവാൻ കാരണമാകും. നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ നിയോഗങ്ങളെയും വേഗത്തിൽ അനുഗ്രഹിക്കുന്നതിന് അമ്മ മാതാവ് ഈശോയുടെ അരികിൽ നമുക്ക് വേണ്ടി സവിശേഷ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും. ഉടമ്പടി നമ്മളെ പുതിയ മനുഷ്യരാക്കുന്നു. പഴയ ജീവിതത്തിൽ നിന്ന്, പഴയ രീതികളിൽ നിന്ന് നമ്മളെ കുറേ കൂടി ആത്മബലമുള്ള, ദൈവസ്നേഹമുള്ള, സഹോദര സ്നേഹമുള്ള വ്യക്തികളായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. അതിൻ്റെ ആ ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം കൂടെ നിന്ന് അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമുക്ക് കാണുവാനാവും. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ സഹോദരൻ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ഈ സഹോദരൻ ലഭിച്ച പഠന വിജയങ്ങൾക്കും ജോലിക്കും മറ്റ് സംരക്ഷണങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കന്മാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.